ബംഗ്ലാദേശിലെ ജെൻസി പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം രാഷ്ട്രീയ പകപോക്കലെന്ന് പോലീസ്. കേസിൽ 17 പേരെ പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ബംഗ്ലാദേശിൽ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി. പൊതുറാലികളിലും സോഷ്യൽ മീഡിയയിലൂടെയും ഉസ്മാൻ ഹാദി നടത്തിയ പരാമർശങ്ങളും പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പകപോക്കലിനിടയാക്കിയെന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 17 പേരെ പ്രതി ചേർത്താണ് ബംഗ്ലാദേശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ 12 പേരെ പിടികൂടിയതായും പോലീസ് വ്യക്തമാക്കി. പ്രധാന പ്രതിയായ ഫൈസൽ കരീം മസൂദ് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഛാത്ര ലീഗുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും ബംഗ്ലാദേശ് പോലീസ് പറയുന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും കേസിൽ കുറ്റപത്രം അടിയന്തരമായി സമർപ്പിക്കണമെന്നും ഇൻകുലാബ് മഞ്ച് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 7-ന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇൻകുലാബ് മഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന് മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയൂവെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.